സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹീത പർവ്വതിരുനാൾ ദിനത്തിൽ നമ്മോടുകൂടി ആയിരുന്ന പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് നമ്മുടെ അതിരൂപതയുടെ അഭിനന്യ മെത്രാപ്പോലീത്ത ജോസഫ് പെരുന്തോട്ടം പിതാവാണ്. പിതാവിനോടൊപ്പം സെക്രട്ടറി അച്ഛൻ ജോഷു അച്ഛനും നമ്മോടുകൂടിയുണ്ട്. നമുക്ക് പിതാവിനും ജോഷി അച്ഛനും ഒത്തിരി സ്നേഹത്തോടെ ഈ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നമുക്ക് നേരുകയും ഈ കൂട്ടായ്മയിൽ ഈ ബലിയർപ്പിക്കുവാനായിട്ട് പിതാവിനെ സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യാം. തീർത്ഥാടന കേന്ദ്രമെങ്കിലും നമുക്ക് നിലവിൽ ഇടവകയുടെ പരിമിതിയിലേക്ക് ചുരുങ്ങി നിൽക്കുന്ന ശുശ്രൂഷകളാണ് നമുക്ക് പരികർമ്മം ചെയ്യുവാൻ സാധിക്കുക. ആ സാഹചര്യത്തിൽ നമുക്കെല്ലാ മരിയഭക്തരെയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ സവിധത്തിൽ നമുക്ക് സമർപ്പിക്കാം. നിങ്ങൾക്കും എല്ലാവർക്കും ഏറെ സ്നേഹത്തോടെ അമ്മയുടെ പർവ്വതിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നവമൊരു പീഠമൊരുക്കി
നവമൊരു പീഠമൊരു കീടാ ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെയാണ് ചീടാ ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെയാണ് ചീടാ. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരനെ മനുഷ്യവർഗത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ മിശിഹായിക്ക് നൽകിയ മറിയത്തെ ഞങ്ങൾക്ക് മാതാവായി തന്ന അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങയുടെ രക്ഷാരഹസ്യങ്ങളുടെ അനുസ്മരണാഘോഷമായ ബലി യോഗ്യതാപൂർവം അർപ്പിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവേ, നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാദം മഹിമ നിറഞ്ഞവനും താരം സുസ്ഥിരമെന്നും
സ്തുതികൾ പാടിയിടും. അരജനിലോ നരനൊരുവനിലോ ശരണം തേടാൻ തുനിയരുതേ. ചിതറിയൊരിസ്രയേൽ ജനതയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പണിയുന്നോർ സ്ലേം നഗരിയവൻ കരുണാവാരിധിയവനല്ലോ. അതുപോലാത്മജനം റൂഹായ്ക്കും സ്തുതിയെന്നേക്കും ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമഹോന്നതമാ ഉത്താനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമഹോന്നതമാ ഉത്താനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. കർത്താവിന്റെ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനേ നാം സർവേശ, പരിപാവനേ നാം ബലവാനേ, പരിപാവനേ നാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. ആദിമുതൽ എന്നേക്കും ആമേൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവം അബ്രഹാത്തോട് അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറ ഇനിമേൽ സാറ എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്നായിരിക്കും. ഞാൻ അവളെ അനുഗ്രഹിക്കും, അവളിൽ നിന്ന് ഞാൻ നിനക്കൊരു പുത്രനെ തരും. അവളെ ഞാൻ അനുഗ്രഹിക്കും, അവൾ ജനതകളുടെ മാതാവാകും. അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും. അപ്പോൾ അബ്രഹാം കമിഴ്ന്ന് വീണ് ചിരിച്ചുകൊണ്ട് ആത്മഗതം ചെയ്തു. 100 വയസ്സു തികഞ്ഞവന് കുഞ്ഞ് ജനിക്കുമോ? 90 എത്തിയ സാറ ഇനി പ്രസവിക്കുമോ? അബ്രാഹാം ദൈവത്തോട് പറഞ്ഞു, ഇസ്മായേൽ അങ്ങയുടെ തിരുമുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി. ദൈവം അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും. നീ അവനെ ഇസ്ഹാക്ക് എന്ന് വിളിക്കണം. അവനുമായും അവൻ്റെ സന്തതികളുമായും ഞാൻ നിത്യമായൊരു ഉടമ്പടി സ്ഥാപിക്കും. ഇസ്മായേലിന് വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനയും ഞാൻ ചെവികൊണ്ടിരിക്കുന്നു. ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ അവനെ സന്താനപുഷ്ടിയുള്ളവനാക്കി അവൻ്റെ സന്തതികളെ വർദ്ധിപ്പിക്കും. അവൻ 12 രാജാക്കന്മാർക്ക് പിതാവായിരിക്കും. അവനിൽ നിന്ന് ഞാനൊരു വലിയ ജനതയെ പുറപ്പെടുപ്പിക്കും. എന്നാൽ സാറയിൽ നിന്ന് അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ജനിക്കാൻ പോകുന്ന ഇസ്ഹാക്കുമായിട്ടാണ് എൻ്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കുക. അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞ് ദൈവം അവനെ വിട്ടുപോയി. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ഗുരു ആശീർവദിക്കണമേ. യാക്കോബെ, നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല.
ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ്. നിന്റെ മോചനദ്രവ്യമായി ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യയും സെബയും ഞാൻ കൊടുത്തു. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. കിഴക്കു നിന്ന് നിന്റെ സന്തതികളെ ഞാൻ കൊണ്ടുവരും. പടിഞ്ഞാറ് നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. വടക്കിനോട് വിട്ടുപോകുക എന്നും തെക്കിനോട് തടയരുതേ എന്നും ഞാൻ ആജ്ഞാപിക്കും. ദൂരത്തു നിന്ന് നിന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് നിന്റെ പുത്രിമാരെയും കൊണ്ടുവരുവിൻ. എൻ്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ചു രൂപം കൊടുത്തവരും എൻ്റെ നാമത്തിൽ വിളിക്കപ്പെട്ടവരുമായ എല്ലാവരെയും കൊണ്ടുവരുവിൻ. ദൈവമായ കർത്താവിന് സ്തുതി. ശൂറായി ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. നഗരത്തിൽ കോട്ടയിലെന്നാളും ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ പരിപൂജിതയാം മാതാവിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ പരിപൂജിതയാം മാതാവിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ പരിപൂജിതയാം മാതാവിൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന.
ഗുരുവായി ശ്രദ്ധിക്കണമേ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൽ വരയുടെ അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാലും പ്രസവക്ലേശത്താലും അവൾ നിലവിളിച്ചു. ആകാശത്തിൽ മറ്റൊരു അടയാളവും കാണപ്പെട്ടു. ഇതാ തീ നിറമുള്ള ഒരു മഹാവ്യാളി. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിന് വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ വ്യാളി അവളുടെ മുമ്പിൽ നിന്നു. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെ 20 മേയ്ക്കാനുള്ളവനാണവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിനടുത്തേക്ക് എടുക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവസജ്ഞമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, പാടാമൊന്നായി. ഹല്ലേലൂയ, 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 പാടാമൊന്നായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, പാവനമായൊരു ഗിരിയുടെ മീതെ തന്നകരം പണി ചെയ്തു നാഥൻ. കർത്താവിന്നു പ്രിയങ്കരമാമി സിയോൻ നഗരം നിസ്തുലമല്ലോ. ഇസ്രായേലിനു വേറൊന്നില്ല ഇതുപോലുന്നത രമ്യകവാടം. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ, പാടാമൊന്നായി. ഹല്ലേലൂയ, 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 പാടാമൊന്നായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. അബ്രാഹത്തിന്റെ പുത്രൻ ദാവീദിന്റെ പുത്രൻ ഈശോ മിശിഹായുടെ വംശാവലി ഗ്രന്ഥം. അബ്രാഹം ഇസഹാക്കിന്റെ പിതാവായിരുന്നു. ഇസഹാക്ക് യാക്കോബിന്റെ പിതാവായിരുന്നു. യാക്കോബ് യൂദായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. യൂദ താമാറിൽ നിന്ന് ഉള്ള പേരസിന്റെയും സേറായുടെയും പിതാവായിരുന്നു. പേരസ് ഹെസ്രോന്റെ പിതാവായിരുന്നു. ഹെസ്രോൻ ആറാമിന്റെ പിതാവായിരുന്നു. ആരാം അമിനാദാവിന്റെ പിതാവായിരുന്നു. അമിനാദാവ് നഹ്ശോന്റെ പിതാവായിരുന്നു. നഹ്ശോൻ സൽമോന്റെ പിതാവായിരുന്നു. സൽമോൻ റാഹാബിൽ നിന്നുള്ള ബോവാസിന്റെ പിതാവായിരുന്നു. ബോവാസ് റൂത്തിൽ നിന്നുള്ള ഓബദിന്റെ പിതാവായിരുന്നു. ഓബദ് ജസ്സയുടെ പിതാവായിരുന്നു. ജസ്സെ ദാവീദ് രാജാവിൻ്റെ പിതാവായിരുന്നു. ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്നുള്ള സോളമന്റെ പിതാവായിരുന്നു.
സോളമൻ റഹോബോവാമിൻ്റെ പിതാവായിരുന്നു. റഹോബോവാം അബിയായുടെ പിതാവായിരുന്നു. അബിയ ആസായുടെ പിതാവായിരുന്നു. ആസ യോസഫാത്തിൻ്റെ പിതാവായിരുന്നു. യോസഫാത്ത് യോറാമിൻ്റെ പിതാവായിരുന്നു. യോറാം ഓസിയായുടെ പിതാവായിരുന്നു. ഓസിയ യോധാമിൻ്റെ പിതാവായിരുന്നു. യോധാം ആഹാസിൻ്റെ പിതാവായിരുന്നു. ആഹാസ് ഹെസക്കിയായുടെ പിതാവായിരുന്നു. ഹെസക്കിയ മനാസയുടെ പിതാവായിരുന്നു. മനാസെ ആമോസിൻ്റെ പിതാവായിരുന്നു. ആമോസ് ജോസിയായുടെ പിതാവായിരുന്നു. ജോസിയ ബാബിലോൺ പ്രവാസകാലത്തുള്ള യക്കോനിയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. യക്കോനിയ ബാബിലോൺ പ്രവാസത്തിനു ശേഷമുള്ള സലാത്തിയേലിൻ്റെ പിതാവായിരുന്നു. സലാത്തിയേൽ സൊറോബാബേലിൻ്റെ പിതാവായിരുന്നു. സൊറോബാബേൽ അബിയൂദിൻ്റെ പിതാവായിരുന്നു. അബിയൂദ് ഏലിയാക്കിമിൻ്റെ പിതാവായിരുന്നു. ഏലിയാക്കിം ആസോറിൻ്റെ പിതാവായിരുന്നു. ആസോർ സാദോക്കിൻ്റെ പിതാവായിരുന്നു. സാദോക്ക് അക്കീമിൻ്റെ പിതാവായിരുന്നു. അക്കീം ഏലിയൂദിൻ്റെ പിതാവായിരുന്നു. ഏലിയൂദ് എലയാസറിൻ്റെ പിതാവായിരുന്നു. എലയാസർ മഥാൻ്റെ പിതാവായിരുന്നു. മഥാൻ യാക്കോബിൻ്റെ പിതാവായിരുന്നു. യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ യൗസേപ്പിൻ്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് മിശിഹ എന്ന് വിളിക്കപ്പെടുന്ന ഈശോ ജനിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഈ ജനന തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ ഇപ്പോൾ സന്നിഹിതരായിരിക്കുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാം ഈ തിരുനാളിൻ്റെ അനുഗ്രഹ ആശംസകൾ ഞാൻ സ്നേഹപൂർവ്വം നേരുന്നു. പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ മധ്യസ്ഥതയിൽ ധാരാളം അനുഗ്രഹങ്ങൾ നിരന്തരം വർഷിക്കപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുക. ഈ തിരുനാൾ ദിനത്തിൽ പ്രത്യേകമായ രീതിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നമുക്ക് തേടാം. പ്രത്യേകിച്ച് വലിയൊരു വിപത്തിൻ്റെ നടുവിൽ കഴിയുന്ന ലോക ജനതയെ, നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സഭയെ, നമ്മെ ഓരോരുത്തരെയും നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയ്ക്കായിട്ട് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ തൻ്റെ പുത്രനായ മിശിഹായോട് പറയുന്ന ഒരു കാര്യവും അവൻ നിഷേധിക്കുകയില്ല എന്ന് വേദപുസ്തകം തെളിവാണല്ലോ. നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെടുന്നവളാണ് മറിയം. നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥ്യം വഹിക്കുന്നവളാണ് മറിയം. ഈ മറിയത്തെ നമുക്ക് മധ്യസ്ഥയായി, അമ്മയായി നൽകിയതും ദൈവപുത്രനായ ഈശോ മിശിഹ തന്നെയാണ്. അതുകൊണ്ട് മറിയത്തിൻ്റെ അപേക്ഷ ദൈവം ചെവിക്കൊള്ളാതിരിക്കുകയില്ല. മറിയത്തിൻ്റെ അപേക്ഷ ദൈവം ചെവിക്കൊള്ളാതിരിക്കുന്നതിൻ്റെ കാരണം മറിയം ദൈവഹിതമനുസരിച്ച് മാത്രമേ ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയുള്ളൂ. അതായിരുന്നു മറിയത്തിൻ്റെ ജീവിതം. ദൈവഹിതം നിറവേറ്റുക. ദൈവഹിതമനുസരിച്ച് നമ്മൾ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തോട്
ചോദിക്കുന്നതൊക്കെ ദൈവഹിതത്തിന് ചേരുന്നതായിരിക്കും. അങ്ങനെ അതിൻ്റെ പൂർണ്ണതയിൽ ദൈവത്തിൻ്റെ ഹിതത്തോടെ പൂർണ്ണമായി യോജിച്ചു നിന്നുകൊണ്ട് ജീവിച്ച വ്യക്തിയായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. അതിനാൽ അതാണ് മറിയത്തിൻ്റെ ആ മധ്യസ്ഥതയുടെ വലിയ പ്രാധാന്യം. കർത്താവ് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവനാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരിയും എൻ്റെ സഹോദരനും എന്നൊക്കെ പറഞ്ഞ ഈശോ. ഇതാ നിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ട മറിയം. ആ മറിയം നമുക്ക് എപ്പോഴും കൂടെയുള്ള ഒരു മധ്യസ്ഥയാണ്. അതുകൊണ്ട് മറിയത്തിൻ്റെ മനോഭാവം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കാം. വിനീതമായ മനോഭാവത്തോടെ ദൈവപുത്രൻ്റെ അമ്മയായി തിരഞ്ഞെടുക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട മറിയം തന്നെ വിശേഷിപ്പിക്കുന്നത് കർത്താവിൻ്റെ ദാസി എന്നാണ്. മഹോന്നതമായ ഏറ്റവും ഒരു മനുഷ്യകുലത്തിൽ ഏതെങ്കിലും വ്യക്തിക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായ പദവി ലഭിച്ച, മാലാഖമാർ പോലും അത്ഭുതം കൂറുന്ന, മാലാഖമാർ പോലും ഭയഭക്തികളോടെ സമീപിക്കുന്ന മറിയം പക്ഷേ സ്വയം കരുതുന്നത് ഞാൻ കർത്താവിൻ്റെ ദാസി എന്നാണ്. മറിയത്തിൻ്റെ അഗാധമായ ആ വിനയം, ആ വിനയം മൂലമാണ് മറിയം ഉയർത്തപ്പെട്ടത്. താഴ്മയുള്ളവരെ അവൻ ഉയർത്തി. മറിയം തന്നെ അത് പ്രഘോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചു. തന്നിൽ സംഭവിച്ചതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ് എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് ആ ദൈവത്തിന് തന്നെ സമർപ്പിച്ചവളാണ് പരിശുദ്ധ കന്യകാമറിയം. ഇതാണ് മറിയത്തിൻ്റെ മഹത്വത്തിൻ്റെ അടിസ്ഥാനം. മറിയത്തെപ്പോലെ ഉള്ള മനോഭാവം ഉൾക്കൊള്ളുവാൻ നമുക്കും സാധിക്കണം. മറിയം നമുക്ക് മാതൃകയാണ്, സഭയുടെയും അമ്മയാണ്, സഭയുടെ മുന്നോടിയാണ്, സഭയ്ക്കെന്നും വഴികാട്ടിയാണ്. അങ്ങനെയുള്ള ആ മറിയത്തിൻ്റെ ജനനമാണ് നമ്മളിന്ന് അനുസ്മരിക്കുന്നത്. ഈ ദിവസം മറിയത്തിൻ്റെ മാതാപിതാക്കളെ നമുക്ക് ഓർക്കാം. യോവാക്കീം, ഹന്ന എന്ന ആ വിശുദ്ധരായ മാതാപിതാക്കൾ മക്കളില്ലാതെ വേദനിച്ച് ഒരു കുഞ്ഞിനു വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചിരുന്ന ദമ്പതികളായിരുന്നു യോവാക്കീമും ഹന്നായും. ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലിലൂടെയാണ് അവർക്ക് ഒരു സന്താനത്തെ ലഭിച്ചത്. അതാണ് മറിയം. മറിയത്തിൻ്റെ പേര് മിറിയാം എന്നായിരുന്നു. മിറിയാം എന്ന വാക്കിൻ്റെ ആ നാമത്തിൻ്റെ അർത്ഥം ദൈവത്തിലേക്ക് ഉയർത്തപ്പെട്ടവൾ എന്നാണ്. അപ്പോൾ ആ പേരിനെ അന്വർത്ഥമാക്കുന്ന ഒരു വിളിയാണ് മറിയത്തിന് ലഭിച്ചത്. ദൈവത്തിങ്കിലേക്ക് ഉയർത്തപ്പെട്ടവൾ. ആ പേര് മറിയം. അങ്ങനെ ദൈവത്തിലേക്ക് ഉയർത്തപ്പെട്ടവളായിരുന്നു മറിയം. സ്വർഗീയ റാണിയായിട്ട് മറിയം അവരോധിക്കപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. സ്വർഗരാജ്ഞി.
ഇതെല്ലാം നമുക്കിന്ന് അനുസ്മരിക്കുവാനുള്ള കാര്യങ്ങളാണ്. എത്രമാത്രം ദിവ്യരഹസ്യങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് മറിയത്തിൻ്റെ ജീവിതം. ഇന്നത്തെ വേദപുസ്തക വായനകളിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ പ്രത്യേകമായ ചില വെളിപാടുകൾ, സന്ദേശങ്ങൾ നമുക്കതിൽ നിന്ന് അവയിൽ നിന്നൊക്കെ മനസ്സിലാക്കുവാൻ സാധിക്കും. സുവിശേഷത്തിൽ മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈശോയുടെ വംശാവലിയാണ്. കുറേ ആൾക്കാരുടെ പേരുകളാണ്, തലമുറകളുടെ പേരുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കുറേ വ്യക്തികളുടെ പേരുകൾ, ആരെ ജനിപ്പിച്ചു, അല്ലെങ്കിൽ ആരിൽ നിന്ന് ആരുണ്ടായി. അബ്രാഹം മുതൽ ഈശോയുടെ ജനനം വരെയുള്ള ആ വംശാവലിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് 3 ഘട്ടങ്ങളുണ്ട്. അബ്രാഹം മുതൽ ദാവീദ് വരെ, ദാവീദ് മുതൽ ബാബിലോൺ അടിമത്തം വരെ, പിന്നെ ബാബിലോൺ അടിമത്തം മുതൽ ഈശോ വരെയുള്ള കാലഘട്ടമാണ്. 3 ഘട്ടങ്ങൾ. ഓരോ ഘട്ടത്തിലും 14 തലമുറകളെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ 42 തലമുറകളുടെ ഒരു വംശാവലിയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ യഹൂദ പാരമ്പര്യമനുസരിച്ച്, പഴയ നിയമ പാരമ്പര്യമനുസരിച്ച് വംശാവലിയിൽ സ്ത്രീകൾക്ക് ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. അവരുടെ പേരൊന്നും അവിടെ കാണുകയില്ല. പുരുഷന്മാരിലൂടെയാണ്, പിതാക്കന്മാരിലൂടെയാണ് ആ വംശാവലി മുന്നോട്ട് പോകുന്നത്. കുടുംബങ്ങളെ അനുസ്മരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ഈ വംശാവലിയിൽ ഏതാനും സ്ത്രീകൾ കടന്നുകൂടിയിട്ടുണ്ട്. ആ സ്ത്രീകളാണ് ഈ വംശാവലിയുടെ ഗതി നിർണ്ണയിക്കുന്നത്. ഈശോയിൽ എത്തിച്ചേരുവാനുള്ള ഗതി നിർണ്ണയിക്കുന്നത് ഈ 4-5 സ്ത്രീകളാണ്. മറിയം ഉൾപ്പെടെ 5 സ്ത്രീകളുടെ പേരാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. താമാർ, റാഹാബ്, യൂദത്ത്, ഊറിയായുടെ ഭാര്യ ബത്ശബ, പിന്നെ മറിയം. ഈ സ്ത്രീകളുടെയൊക്കെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഞാൻ അതിലേക്കൊന്നും കടക്കില്ല, വേദപുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് എങ്ങനെ ഈ വംശാവലിയിൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഈ വംശാവലിയിൽ, ലോകരക്ഷകനിൽ എത്തിച്ചേരുന്ന ഈ വംശാവലിയിൽ അവർക്ക് ഇടം പിടിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു വിസ്മയമാണ്. സാധാരണഗതിയിൽ അത് ഒരു സാധ്യതയുമില്ലായിരുന്നു. അവരൊന്നും ഈ വംശാവലിയിൽ ഉൾപ്പെടുവാനുള്ള സാഹചര്യത്തിലല്ലായിരുന്നു. മാനുഷികമായി ചിന്തിച്ചാൽ, ചരിത്രപരമായി ചിന്തിച്ചാൽ അവർക്കിവിടെ ഒന്നും ഒരിടവും കിട്ടുകയില്ലായിരുന്നു. പക്ഷെ അവരുടെ ജീവിതത്തിൽ മറ്റെന്തോ ഇടപെടലുകൾ സംഭവിക്കുന്നതായിട്ട് കാണുന്നു. ആ സ്ത്രീകളിൽ പലരും അവര് യഹൂദ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിൽപ്പെട്ടവരെയല്ലായിരുന്നു, അന്യജാതികളിൽ നിന്നുള്ളവരുണ്ടായിരുന്നു. അത്ര നല്ല ജീവിത മാതൃക ഉള്ളവരുമായിരുന്നില്ല പലരും. വേശ്യയായിരുന്നവരും ഉണ്ടാക്കൂട്ടത്തിൽ. സാധാരണ വിവാഹ ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ടായിരുന്നു. എങ്കിലും അവർക്ക് ഈ വംശാവലിയിൽ സ്ഥാനം ലഭിച്ചു. ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ എന്നല്ലാതെ അതേക്കുറിച്ച് പറയുവാൻ ഒന്നുമില്ല. ഇത് നൽകുന്ന ഒരു വലിയൊരു സന്ദേശമുണ്ട്. ചരിത്രത്തിൻ്റെ വിധാതാവ് ദൈവമാണ്. ചരിത്രത്തെ നയിക്കുന്നത് ദൈവമാണ്. ആ ദൈവത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട്. തൻ്റെ ലക്ഷ്യം സാധിക്കത്തക്ക രീതിയിൽ ദൈവം ചരിത്രത്തെ നയിക്കുന്നു, നിയന്ത്രിക്കുന്നു, മനുഷ്യനെ ഉപകരണങ്ങളാക്കുന്നു. അവിടെ ദൈവത്തിന് മുഖംനോട്ടമില്ല.
വഴിതെറ്റി നടക്കുന്നവരെയും നേർവഴിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവം, വളഞ്ഞ വരകളെ നേർവരകളാക്കാൻ കഴിവുള്ള ദൈവം, അങ്ങനെയുള്ള ഒരു ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ചരിത്രം നമ്മളിവിടെ കാണുന്നുണ്ട്. നമുക്കറിയാം, യഹൂദർക്കൊരു ധാരണയുണ്ടായിരുന്നു, അവർ മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനം, ദൈവത്തിൻ്റെ ജനം, മറ്റുള്ളവരെല്ലാവരും പുറജാതികൾ. അവർക്ക് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ യാതൊരു സ്ഥാനവുമില്ല. അവരൊക്കെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ്, ദൈവസന്നിധിയിൽ വിലയില്ലാത്തവരാണ്. അവർക്ക് യാതൊരു ആദരവും ബഹുമതിയും കൊടുക്കേണ്ട കാര്യമില്ല, അംഗീകാരം നൽകേണ്ട കാര്യമില്ല. ഇതായിരുന്നു ആ മനോഭാവം. ഇവിടെ ദൈവം ഇടപെട്ട് ആ മനോഭാവത്തെ തിരുത്തിക്കുറിക്കുകയാണ്. എല്ലാവരും ദൈവത്തിൻ്റെ ജനമാണ്, എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു, ഒരുപോലെ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു, ആരോടും വിവേചനം പുലർത്തുന്നില്ല. ദൈവപുത്രൻ മനുഷ്യനായി തീർന്നത് ലോകത്തിൻ്റെ രക്ഷകനായിട്ടാണ്, സർവ്വജനപദങ്ങളുടെയും രക്ഷകനായിട്ടാണ്. അബ്രാഹത്തിന്റെ കാര്യത്തിൽ ദൈവം ഇടപെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. സാധാരണഗതിയിൽ അബ്രാഹത്തിന് ഇസഹാക്ക് എന്നുള്ള ഒരു പുത്രൻ ജനിക്കാൻ യാതൊരു സാധ്യതയുമില്ലായിരുന്നു. വൃദ്ധനായ 90 വയസ്സ് കഴിഞ്ഞ അബ്രാഹം, വൃദ്ധയും വന്ധ്യയുമായിരുന്ന സാറ, ആ സാറയിൽ നിന്നാണ് ദൈവം ആഗ്രഹിച്ചതനുസരിച്ച് ഇസഹാക്ക് ജനിക്കുന്നത്. മാനുഷികമായ അസാധ്യമായ കാര്യം. പക്ഷേ ദൈവം ഇടപെട്ടു, ഇസഹാക്ക് ജനിച്ചു. ആ ഇസഹാക്കിലൂടെയാണ് വംശാവലി മുന്നേറുന്നത്. അതുപോലെയാണ് ആ വംശാവലിയിലെ മറ്റ് പല ഇടപെടലുകളും നമ്മൾ കാണുന്നത്. ഈ സ്ത്രീകളുടെ കാര്യം സൂചിപ്പിച്ചതുപോലെ ഈ അബ്രാഹത്തോടാണ് ദൈവം പറഞ്ഞത്, നീ ജനതകളുടെ പിതാവായി തീരും, ജനതകളുടെ പിതാവ്. നീ ഒരു പ്രത്യേക വംശത്തിൻ്റെ പിതാവ് മാത്രമല്ല, നീ ജനതകളുടെ പിതാവായി തീരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വാഗ്ദാനം ഈ വംശാവലിയിലൂടെ യാഥാർത്ഥ്യമാകുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഈ ഇടപെടലിൻ്റെ ഏറ്റവും നിർണായകമായ ഉദാഹരണം ആണ് മറിയത്തിൽ സംഭവിച്ചത്. മറിയം കന്യകയായിരുന്നു. ഇനി മറ്റൊരു രീതി ചിന്തിക്കുകയാണെങ്കിൽ മറിയം യൗസേപ്പിനോട് വിവാഹ വാഗ്ദാനം ചെയ്യപ്പെട്ടവളായിരുന്നു. സ്വാഭാവികമായിട്ട് അവര് നിശ്ചിത കാലഘട്ടം കഴിയുമ്പോൾ വിവാഹിതരാകേണ്ടതാണ്. യോസേപ്പും മറിയവും വിവാഹിതരായി ജീവിക്കേണ്ടവരായിരുന്നു. പക്ഷേ അവിടെ ദൈവം ഇടപെടുകയാണ്. ആ യോസേപ്പിൻ്റെ ഭാര്യയായ മറിയത്തിൽ നിന്ന് മറിയം കന്യകയായിരിക്കെ പുരുഷബന്ധമില്ലാതെ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിച്ചു. ദൈവത്തിൻ്റെ സവിശേഷമായ ഇടപെടലില്ലെങ്കിൽ അതെങ്ങനെ സാധിക്കുമായിരുന്നു? അതാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരും, നീ ഗർഭം ധരിക്കും, പുത്രനെ പ്രസവിക്കും. ദൈവത്തിൻ്റെ പുത്രൻ നിന്നിൽ നിന്ന് മാംസം ധരിച്ച് രക്ഷകനായി അവതരിക്കും. ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ. അന്നത്തെ കാലത്ത് മറ്റൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക്, നേരത്തെ പറഞ്ഞു, സ്ത്രീകൾക്ക് പ്രത്യേകമായ ഒരു സ്ഥാനം ആ വംശാവലിയിലൊന്നും ഇല്ലായിരുന്നു എന്ന്. സ്ത്രീകൾക്ക് ആത്മാവുണ്ടോ എന്ന് പോലും ചർച്ച ചെയ്യപ്പെട്ട കാലഘട്ടമായിരുന്നു ചിലയിടങ്ങളിൽ. അങ്ങനെ സ്ത്രീകളോടുള്ള അവഗണന ഒരുപക്ഷെ അതിൻ്റെ മൂർധന്യത്തിലെത്തിയിരുന്ന കാലഘട്ടം കൂടിയായിരുന്നു.
സ്ത്രീയുടെ മഹത്വത്തിന് യാതൊരു കുറവുമില്ല എന്നുള്ള വലിയ വെളിപ്പെടുത്തൽ ദൈവം തന്നെ ഈ സംഭവങ്ങളിലൂടെ നടത്തുകയാണ്. ഏതൊരു മനുഷ്യ വ്യക്തിക്കും ലഭിക്കാത്തതിനേക്കാൾ വലിയ മഹത്വമാണ് ഈ സ്ത്രീക്ക് കിട്ടിയത്, മറിയം എന്ന സ്ത്രീക്ക് കിട്ടിയത്. അപ്പോൾ സ്ത്രീയുടെ മഹത്വം അത് ഏറ്റവും സമുന്നതമായ രീതിയിൽ പ്രഘോഷിക്കപ്പെടുകയാണ് ഇവിടെ. ദൈവത്തിൻ്റെ അമ്മയായി ഒരു സ്ത്രീയെ തിരഞ്ഞെടുക്കും. ദൈവത്തിന് വേണമെങ്കിൽ ഇവിടെ ഈ ലോകത്തിൽ യാതൊരു മനുഷ്യൻ്റെയും സഹായ സഹകരണം കൂടാതെ ജനിക്കാമായിരുന്നു, മനുഷ്യനായി തീരാമായിരുന്നു. ഒരു നിമിഷം മതിയായിരുന്നു. പക്ഷേ ഒരു സ്ത്രീയിൽ നിന്ന് ഒരു സാധാരണ ശിശുവിനെ പോലെ സ്ത്രീയുടെ ഉദരത്തിൽ ഗർഭസ്ഥനായി അവിടെ വളർന്ന് ജനിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ അമ്മയായി തീർന്നു മറിയം. ബൈബിളാണ് സ്ത്രീ പുരുഷ സമത്വത്തെ ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നത്. സ്ത്രീയും പുരുഷനുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, തുല്യരാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കിത് വലിയ സന്ദേശം നൽകുന്നുണ്ട്. ഇന്ന് സ്ത്രീകൾ വളരെയേറെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, അവഗണിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ സത്യമാണ്. പുരുഷന്മാരും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ സ്ത്രീയും പുരുഷനും ഒരുപോലെ വിലപ്പെട്ടവരാണ്. അവരുടെ ആ മഹത്വം, ആ തുല്യത, തുല്യമാഹാത്മ്യം അത് ഏറ്റവും കൂടുതൽ പ്രകടമായിരിക്കുന്നത് അവരുടെ വിവാഹത്തിലൂടെയാണ്. വാസ്തവത്തിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനും വിവാഹിതരായി തീരുമ്പോൾ ഒരുപോലെയാണ് അവർ. നമ്മുടെ കുടുംബങ്ങളിൽ ഈ ഒരു മനോഭാവം എന്നും നിലനിൽക്കണം. സ്ത്രീയും പുരുഷനും ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും തമ്മിലുള്ള ആ ഒരു മനോഹരമായ ബന്ധം, ആ ഒരു തുല്യത, തുല്യ പരിഗണന, അത് മക്കൾക്ക് വലിയൊരു പാഠമായിരിക്കണം. അങ്ങനെ ലോകത്തോട് എന്നും സ്ത്രീയുടെ മഹത്വത്തിൽ, സ്ത്രീ പുരുഷരുടെ തുല്യ മഹാത്മ്യത്തെ പ്രഘോഷിക്കുന്നതാണ് വാസ്തവത്തിൽ നമ്മുടെ വേദപുസ്തകം. എത്രയോ സ്ത്രീകളുടെ കാര്യം എടുത്തു പറഞ്ഞാണ് കർത്താവ് അവരെ പ്രകീർത്തിക്കുന്നത്. അവരുടെ വിശ്വാസത്തിൻ്റെ ആഴം, ചില സ്ത്രീകളുടെ വിശ്വാസത്തിൻ്റെ ആഴം, അതും ചില വിജാതീയ സ്ത്രീകളുടെ വിശ്വാസത്തിൻ്റെ ആ മഹത്വം, ഇത് കർത്താവ് എടുത്തു പറഞ്ഞ് അനുഗ്രഹങ്ങൾ നൽകുന്നതായിട്ട് കാണുന്നു. നമുക്കിന്ന് പ്രത്യേകമായിട്ട് ഈ മൂല്യങ്ങളിലൊക്കെ ഒന്ന് ഓർക്കാം. ഓരോ മനുഷ്യജീവനെയും ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നു, എത്രമാത്രം വിലമതിക്കുന്നു എന്നുള്ളതാണ്. ലോകം അവഗണിക്കുന്നവരെ ദൈവം പരിഗണിക്കുന്നു. അവരുടെ മഹത്വം ദൈവം അറിയുന്നു, കാരണം അവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. പക്ഷേ ലോകം ഇന്ന് അത് ഗ്രഹിക്കാതെ ചിലരെയൊക്കെ കൊള്ളരുതാത്തവരായിട്ട് മാറ്റി നിർത്തുന്നുണ്ട്, അവഗണിക്കുന്നുണ്ട്, വലിച്ചെറിയപ്പെടുന്നുണ്ട്. ഇന്നലെ പത്രത്തിലൊരു ഒരു പടം കാണുകയുണ്ടായി. ഒരു കാര്യം മുറിച്ച ഒരു വൃദ്ധനായൊരു മനുഷ്യനെ ആരോ രാത്രിയിൽ തെരുവിലെറിഞ്ഞിട്ട് പോയിരിക്കുന്നു. പോലീസ് വരെ സഞ്ചരിച്ചപ്പോൾ കണ്ടെത്തി. ആരാന്നറിയാൻ പാടില്ല, തെരുവിലെറിഞ്ഞിട്ട് പോയിരിക്കുക രാത്രിയിൽ. ഇതുപോലെയുള്ള 100 സംഭവങ്ങളാണ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ വെറുക്കുന്നു, ഉപേക്ഷിക്കുന്നു, അവഗണിക്കുന്നു, തള്ളിക്കളയുന്നു, കൊല ചെയ്യുന്നു. ഇതുപോലെയൊക്കെയുള്ള ഈ സാഹചര്യങ്ങളിൽ തിന്മ ലോകത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് തിന്മ, അധാർമികത, ലൈംഗിക വിശുദ്ധി ഇതൊക്കെ ഏറെ
ആക്രമണത്തിന് വിധേയമാണ്. അധാർമികത കൊടുകുത്തി വാഴുന്നതായിട്ട് ചിലപ്പോൾ തോന്നിപ്പോകുന്നു. ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഈ തിന്മയ്ക്ക് അടിമപ്പെടാതിരിക്കുവാൻ കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ തിന്മയെ, ഈ വർഗത്തെ ദൂരെ അകറ്റുവാൻ പ്രാർത്ഥനയും ഉപവാസവും അല്ലാതെ വേറെ മാർഗമില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കണം. അതാണ് പ്രാർത്ഥന, അതാണ് ഉപവാസം. സ്വന്തം ശക്തിയിലല്ല. അതാണ് അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് മറിയത്തിൽ കാണാൻ സാധിക്കുക. അതുകൊണ്ട് ഇത് തീക്ഷ്ണമായ പ്രാർത്ഥനയുടെ ഒരു അവസരമാകണം നമുക്ക്. ഒരു വശത്ത് ഈ പകർച്ചവ്യാധി, അത് ശാരീരികമായ ഒരു ഭീഷണിയാണ്. അതിനേക്കാൾ ഭീകരമായ അധാർമികത സമൂഹത്തിൽ നടക്കുന്നുണ്ട്. എത്രയോ മനുഷ്യജീവൻ കുരുതി കഴിക്കപ്പെടുന്നു. ഓരോ ദിവസത്തിലും ഒരു ആക്രമിക്കപ്പെടുന്നു. അതുകൊണ്ട് നമുക്ക് ഈ തിന്മയം ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും ഇല്ലാതെ സാത്താൻ്റെ പിടിയിൽപ്പെട്ട് തിന്മ പ്രവർത്തിക്കുന്ന ഒരു ലോകത്തെ നമ്മൾ കാണുന്നു. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇന്ന് അത് വളരെയേറെ ശക്തി പ്രാപിക്കുന്നതായിട്ട് കാണുന്നു. നുണയുടെ പ്രചാരണം, തെറ്റായ വിശ്വാസത്തിന് വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുക, വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുന്നവരെ അവഹേളിക്കുക, തരം താഴ്ത്തുക, അവരുടെ ആത്മവിശ്വാസം കെടുത്തിക്കളയുക, ഇതൊക്കെ ഇന്ന് നമ്മൾ കാണുന്നതാണ്. ഇന്നത്തെ സോഷ്യൽ മീഡിയ ഇതൊക്കെ ഇട്ട് ആഘോഷിക്കുകയാണ്. ഇവിടെയാണ് നമ്മളിലെ ആ ദൈവത്തിൻ്റെ ശക്തി, നമ്മോട് കൂടെയുള്ള ദൈവത്തെ നമ്മൾ വിസ്മരിക്കരുത്. ബൈബിളിൽ നിന്ന് വായനയിൽ കേൾക്കുന്നത്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇസ്രായേലിനോട് ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നമ്മുടെ കൂടെയുള്ള ഒരു ജനതയാണ് നമ്മൾ. ദൈവത്തിൻ്റെ ഈ സാന്നിധ്യവും ദൈവത്തിൻ്റെ ഈ ശക്തിയും ഈ പരിപാലനവും നമ്മൾ ഒരിക്കലും മറക്കരുത്. ദൈവത്തിൻ്റെ ആയുധങ്ങൾ എടുത്ത് നമ്മൾ അടരാടണം. സാത്താൻ സന്തതികൾ ഉണർന്നിരിക്കുകയാണ്, രാവും പകലും ഓടി നടക്കുകയാണ്. ഗർജിക്കുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് വിചാരിച്ച് ഓടി നടക്കുന്ന സാത്താൻ്റെ സന്തതികൾ. നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്, ഇരുട്ടിൻ്റെ മക്കളല്ല. നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്. പലപ്പോഴും നമ്മളെ അലസരായി കഴിയുന്നു, ഉണരാതിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആ ദൈവവിളിയെക്കുറിച്ച് ഓർക്കാം, അതിൽ സന്തോഷിക്കാം, ദൈവത്തിന് നന്ദി പറയാൻ. നമ്മുടെ വിശ്വാസം, അതിൻ്റെ ശക്തി എത്രയോ വലുതാണ്. ആ വിശ്വാസമാണ് മറിയത്തെ വലിയവളാക്കി തീർത്തത്. അതാണ് എലീശ പറഞ്ഞത്, കർത്താവ് പറഞ്ഞ കാര്യം വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയം വിശ്വസിച്ചു. അങ്ങനെ ആ വിശ്വാസത്തിൻ്റെ അമ്മയുടെ മാതൃക നമുക്ക് ഉൾക്കൊള്ളാം. ഈ തിരുനാളിൽ പ്രത്യേകമായി നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എന്തെങ്കിലും വ്യതിചലനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മന്ദതയുണ്ടായിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം, നമുക്ക് ഇതുപോലുള്ള അവസരങ്ങളിൽ പള്ളിയിൽ നേരിട്ട് വരാൻ സാധിക്കാത്ത ധാരാളം ആൾക്കാരുണ്ട്. വളരെ നിയന്ത്രണത്തിലാണ് നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും നമ്മുടെ വിശ്വാസം കെട്ടുപോകരുത്. ഒരു മന്ദീഭാവം ചിലപ്പോൾ സംഭവിക്കുന്നുണ്ട്. പള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ, വീട്ടിലിരുന്ന് അല്ല ഓൺലൈനിൽ കണ്ടാൽ പോരെ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, ഇത് താൽക്കാലികമായ സംവിധാനം. പക്ഷേ നമ്മുടെ വിശ്വാസം നമ്മുടെ ഉള്ളിൽ, ഹൃദയത്തിൽ ജ്വലിച്ചു തന്നെ നിൽക്കണം. അത് ആ വിശ്വാസം മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക് കൈമാറപ്പെടണം. നമ്മുടെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് മുതിർന്നവരായ, പ്രത്യേകിച്ച് മാതാപിതാക്കളായ നിങ്ങൾ, അതിൻ്റെ ആ പ്രാധാന്യം വ്യക്തമായി ബോധ്യപ്പെടണം. ഓരോ മാതാവും ഓരോ പിതാവും തങ്ങളുടെ മക്കളെക്കുറിച്ച് വ്യഗ്രതരാകണം. ഈ രീതിയിൽ അവരുടെ ഭൗതികമായ വളർച്ചയും
ഉയർച്ചയും മാത്രമല്ല നോക്കേണ്ടത്. അവരെ വിശ്വാസത്തിൽ, ധാർമ്മിക ജീവിതത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണോ? അതിനുവേണ്ടി ജാഗ്രത പുലർത്തണം, അല്ലെങ്കിൽ വിശ്വാസം ക്ഷയിച്ചു പോകും. വലിയ ഉത്തരവാദിത്തമാണിത്. നമുക്ക് മറിയത്തിൻ്റെ ആ സഹായം തേടാം, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ. വിശ്വാസവും ധാർമ്മികതയും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ വിശ്വാസത്തിൻ്റെയും ഏറ്റവും പരിശുദ്ധമായ ജീവിതത്തിൻ്റെയും ഉടമയായ ആ മറിയത്തെ നമുക്ക് മധ്യസ്ഥയായി സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. ഈ തിരുനാളിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നേരുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തിനും ഭക്തിയോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് പിതാവിന് സാക്ഷി ലഭിച്ച മിശിഹായി, കർത്താവ് ദൈവമായി നിന്നേറ്റ് പറയുവാൻ നിന്റെ സഭയെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദാസന്റെയും ഭാവിയുടെ രൂപം ധരിച്ച മിശിഹായെ വിനീതമായ സേവനത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ പരിശുപിതാവുമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗിവർഗീസ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജോസഫ് മെത്രാപ്പോലിത്തായെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകളിൽ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പ്രത്യക്ഷുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെടുകയും വചനമാകുന്ന ദൈവത്തിന് ഭൂമിയിൽ ജന്മം നൽകുകയും ചെയ്ത പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതൃകയിൽ വചനമാകുന്ന മിശിഹായി ലോകത്തിൽ പ്രഘോഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കർത്താവിൽ നിന്നും കേട്ട കാര്യങ്ങൾ വിശ്വസിക്കുകയും വചന ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുകയും ചെയ്ത പരിശുദ്ധ കന്യാമറിയത്തെ പോലെ വചനം ശ്രവിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ആദിമാതാവായ ഹവ്വായുടെ അനുസരണക്കേട് മൂലമുണ്ടായ ശാപം നീക്കുന്നതിന് അനുസരണം വഴി രക്ഷാകർമ്മത്തിൽ സഹകരിച്ച പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ഞങ്ങളും രക്ഷയുടെയും പ്രത്യാശയുടെയും ഉപകരണങ്ങളായി തീരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്ത കർത്താവെ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായ ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റുള്ളവർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം കാത്തുപരിപാലിക്കണമെന്നും അധികാരികളെയും ശാസ്ത്ര ഗവേഷണം നടത്തുന്നവരെയും രോഗപ്രതിരോധ മാർഗങ്ങൾ കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പൂർണ്ണമായും ഇല്ലാതാക്കി ലോകത്തെ സംരക്ഷിക്കാൻ കൃപയുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. മരണത്തിന് താഴ്വരയിൽ കൂടിയാണ് നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ ഭയപ്പെടുകയും ഉദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി അങ്ങയിൽ ആശ്രയിക്കുവാനും അനുതാപത്തോടും പ്രായശ്ചിത്തത്തോടും കൂടി മനസ്സാന്തര വടികളിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ വിശദീകരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ആയുസ്സിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധമാന്റെ നിറവിടെ ലഭിക്കുന്ന പരിപൂർണ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. പാപമോചനം ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമാങ്ങയെ പ്രസാദിപ്പിക്കുകയും ചെയ്ത ദാനങ്ങൾ ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്ന് ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ കരുണാപൂർവം സ്വീകരിക്കണമേ. അങ്ങയുടെ ഹിതത്തിന് സമ്പൂർണ്ണമായി സമർപ്പിക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതാന്ത്യത്തിൽ അമ്മയോടൊപ്പം മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനും
സ്വർഗഭാഗ്യം അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കൈവെപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തനും കഠിനമായി ഇവിടുകൾ അനുഭവിച്ച് വീണ്ടെടുത്ത ജഗണമായ പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാവുന്നു. ദൈവസ്വഭാവത്തിൽ അംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ പദവികൾ കൈവെപ്പോടി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി പരീക്ഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെ മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ ഒരാൾത്താൽ മുദ്രരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു, കന്യാമേ മണ്ണിൽ ഭാഗ്യവതി, വാഴ്ത്തുകയായി ഞങ്ങൾ നൽകി നിത്യസമുന്നതനാ വിണ്ണിൽ നാദനു ജന്മം നീ. എത്ര മനോഗ്രഹപൂരിതയാ എന്നിൽ ഞങ്ങൾ തേടുന്നു. ദൈവത്തിൻ ദാനം ചിരകാലം. സുതനുടെ പ്രേക്ഷിതരേ, ഏകജ സ്നേഹിതരേ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും. യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും.
സന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യോദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സ്വത്തെയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവ് ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈവവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമതീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രിയാർക്കീസ്മാരും മെത്രാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തു നിന്ന് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിൻ്റെ രക്ഷയ്ക്കും സ്വർഗ്ഗത്തിൽ തിരിച്ചുവിനും കാരണമാകട്ടെ. ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. കൃപാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും ഭാവികളുമായി നിറ്റ് ഞങ്ങളെ അങ്ങ് കാരുണ്യാതരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിൽ നിന്ന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ്റെ മാധ്യസ്ഥ്യം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ.
ഇസഹാക്ക് യാക്കോബെന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ ന്യായവുമാണത് യുക്തവുമാ ന്യായവുമാണത് യുക്തവുമാ. സമാധാനതമോടുകൂടെ പരിശുദ്ധാത്മാവുമായ സർവേശ്വരാങ്ങയുടെ മഹത്വമേറിയ ദൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്നുണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും ഇനുപോലെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. ഭക്തിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കപയന്മാരോടും സാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവരുടെ മഹിമകളാ. മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവരുടെ മഹിമകളാ. ഉന്നത വീതി ഓശാന ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവാ. വീണ്ടും വരുവോനും തന്നെ ഉന്നത വീതി ഓശാന. ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായമായ വചനമാവുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പിടാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാവുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാവുന്നു.
നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മതനായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഭാവികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. അത്യുന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുവിൻ. ഹൃദയജ്ഞാനത്തോടെ വീക്ഷിക്കുവിൻ. നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഇപ്പോൾ അനുഷ്ഠിക്കപ്പെടുന്നവയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുവിൻ. മിശിഹായുടെ മഹനീയമായ സിംഹാസനത്തിനു മുമ്പിൽ ശ്രാപ്യന്മാർ ഭയത്തോടെ നിൽക്കുന്നു. അവരെല്ലാവരും പ്രാർത്ഥിക്കുന്ന ജനത്തോടും ലോകം മുഴുവനും വേണ്ടി അനുഗ്രഹം യാചിക്കുന്ന പുരോഹിത ശ്രേഷ്ഠനോടും ചേർന്ന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന ശരീരത്തെയും കലർത്തപ്പെട്ടിരിക്കുന്ന കാസ്യയെയും ഉയർന്ന സ്വരത്തിൽ നിരന്തരം പാടി സ്തുതിക്കുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമാലയ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് ഗീവറീസ് ഭദ്രാപുരത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, സംസ്ഥാനമാർ, സമർപ്പിതർ, പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്നകളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ യുദ്ധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും അവരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിടിഞ്ഞുമായ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടി കുർബാനയങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കാരുണ്യത്തിനും കൃപാധിക്യത്തിനും വിഭജിച്ച വിധം അങ്ങയുടെ ജനത്തോട് എളിവനായി എന്നോട് വർത്തിക്കണമേ. എൻ്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്ക വിധം പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണ അങ്ങയുടെ അവിടനീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ഈശോമിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. അങ്ങയുടെ കർത്താവും ദൈവമായ മിശിഹാവെന്ന് ജീവനായമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലിഹന്മാർ, രക്തസാക്ഷികൾ, വർണ്ണകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവർക്ക് വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവനായവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവനായവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു.
കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ കൃപാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാർഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുന്നു. അതിപൂജിതമാം നിൻ തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥാ ഞങ്ങളണയ്ക്കുന്നു എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്കാ സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവകവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തി. ദാസന്മാരുടെ കണ്ണുകൾ നാഥന്റെ പക്കലേക്കും ദാസിയുടെ കണ്ണുകൾ നാഥയുടെ പക്കലേക്ക് എന്നതുപോലെ. ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. അതുവരെ ഞങ്ങളുടെ കണ്ണുകൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും. ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. പാപമോചമായ തിരുശരീര രക്തങ്ങളെ സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിയർഹവും പരിശുദ്ധവും ജീവനായ ദൈവികമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വായ തിരുനാമത്തിന് സ്തുതി. നാഥനായ ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായവുമായി ഈ അപ്പം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാവുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാപാവചനോ രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ എന്നെ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശ്രീരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ വിനീത മനസ്സോടും കൂടെ നമുക്ക് തിരിച്ചുവനെ ദാനം സ്വീകരിക്കാം. നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടും കൂടെ സഭയുടെ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം.
അനുതാപതലവാകുന്ന ശരണത്തോടെ അപരാധങ്ങളെ പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറ്റ പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരേറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകൃത്തിനെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കരുണയോടെ ക്ഷമിക്കണമേ. മഹോന്നത ദൈവമേ, അങ്ങയെ സ്വരാജ്യത്തിൽ സകല വിശുദ്ധരുടെ മുന്നിൽ സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ ഗുണങ്ങളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ എൻ്റെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാവുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ജലത്തിലുള്ളതാവുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമുക്കെല്ലാവർക്കും നമ്മുടെ രക്ഷകനായ മിശിഹായുടെ അക്ഷയമായ ശരീരവും അമൂല്യമായ രക്തവും സ്വീകരിക്കാം. സകലർക്കും വേണ്ടിയുള്ള മിശിഹായുടെ മരണത്തിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം. അവന്റെ ഉത്ഥാനത്തിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാം. മാലാഖമാരോടുകൂടി അവന് ഹല്ലേലൂയ പാടുകയും ചെയ്യാം. നമ്മെ ജീവിക്കുന്ന കൃപാവരം ഇവിടുത്തെ കരുതത്താൽ എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. എല്ലാ സ്ത്രീകൾക്കും മാതൃകയായ മറിയമേ, നീ അനുഗ്രഹീതയാകുന്നു. നിന്റെ പുത്രനെ പ്രതി നിന്റെ നാമം മഹോന്നതമാകിയാൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. സകലത്തിലെയും നാഥനായ നിന്റെ പുത്രന്റെ മാതാവും ദാസിയുമാകുവാൻ യോഗ്യയായി തീർന്ന മറിയമേ, നീ ഭാഗ്യവതിയാകുന്നു. മാലാഖമാരുടെ കൂടെ തന്റെ തിരുപുത്രൻ ഹല്ലേലൂയ പാടിക്കൊണ്ട് അവിടുത്തെ തിരുശരീരങ്ങൾ നമുക്ക് സ്വീകരിക്കാം.
ദിവ്യകാരുണ്യമേ ഈശോ, സ്നേഹവാത്സല്യമേ ഈശോ, എൻ്റെ നെഞ്ചിൻ്റെ താളം നീയല്ലോ, എൻ്റെ ശ്വാസത്തിൻ നാളം നീയല്ലോ. അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടേണേ, അതുമാത്രമാണെൻ്റെ ആശ. ദിവ്യകാരുണ്യമേ ഈശോ, സ്നേഹവാത്സല്യമേ ഈശോ, നിന്റെ നെഞ്ചിന്റെ താളം നീയല്ലോ, നിന്റെ ശ്വാസത്തിൻ താളം നീയല്ലോ. അടിയനിതാ തിരുമുൻപിൽ അലിവോടെ എന്നെ തൊടേണേ, അതുമാത്രമാണെൻ്റെ ആശ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായും ശിഹായെ ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവേ, കടങ്ങളുടെ പ്രതിക്കായി വിശുദ്ധ കുർബാന സ്വീകരിച്ച ഞങ്ങളുടെ കൈകളെ ശക്തമാക്കണമേ. ദൈവമായ നിനക്ക് എല്ലാ ദിവസവും സമർപ്പിക്കുവാൻ അവയെ യോഗ്യമാക്കണമേ. വിശുദ്ധ സ്ഥലത്ത് കീർത്തനം പാടിയ ഞങ്ങളുടെ അധരങ്ങളെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അർഹമാക്കണമേ. നിന്റെ സ്തുതികൾ കേട്ട കാതുകൾ ശിക്ഷാവിധിയുടെ സ്വരം കേൾക്കാതിരിക്കട്ടെ. നിന്റെ അളവറ്റ കാരുണ്യം കണ്ട കണ്ണുകൾക്ക് നിന്റെ അനുഗ്രഹദായകമായ പ്രത്യാഗമനം കാണുവാൻ ഇടവരട്ടെ. നിന്നെ പരിശുദ്ധനെന്ന് പാടി പുകഴ്ത്തിയ നാവുകളെ സത്യം പറയുവാൻ സന്നദ്ധമാക്കണമേ. ദേവാലയത്തിൽ സഞ്ചരിച്ച പാദങ്ങൾക്ക് പ്രകാശത്തിൽ സഞ്ചരിക്കുവാൻ ഇടയാകട്ടെ. നിന്റെ സജീവമായ ശരീരം ഉൾക്കൊണ്ട ഞങ്ങളുടെ ശരീരങ്ങൾക്ക് നവജീവൻ പ്രദാനം ചെയ്യണമേ. നിന്നെ ആരാധിച്ച് ഞങ്ങളുടെ സമൂഹത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമാക്കണമേ. നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങളിൽ എന്നും നിലനിൽക്കട്ടെ. നിനക്ക് സ്തുതികൾ സമർപ്പിക്കുവാൻ ആ സ്നേഹത്തിൽ ഞങ്ങൾ വളരുകയും ചെയ്യട്ടെ. ഞങ്ങളെ ഇവരുടെ യാതനകൾക്ക് നീ വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ ഈ ശുശ്രൂഷ നിന്റെ സന്നിധിയിൽ സ്വീകാര്യമാവുകയും ചെയ്യട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുതിയർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കാളിയോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ആത്മശരീരങ്ങളോടെ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയത്തിന് കൃപ നൽകിയ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സൗഭാഗ്യത്തിന്റെ ഉറവിടവും അച്ചാരവുമായ ഈ കുർബാനയിൽ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങളെ കൃപാപൂർവ്വം യോഗ്യരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനും ജീവദാതാവുമായ മിശിഹായെ, സകലത്തെയും പവിത്രീകരിക്കുന്ന നിന്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിൻ്റെ മഹത്വത്തിന് അർഹമാകട്ടെ.
അപണ്ഡനീയമായ ഈ ദൈവദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിൽ നമ്മെ അമ്മയ്ക്ക് സമർപ്പിക്കാം. ദേവപുത്രൻ്റെയും സഭയുടെയും അമ്മയാകുവാനും കൃപ ലഭിച്ച പരിശുദ്ധ കന്യകാമറിയമേ, നിന്റെ പിറവി തിരുനാൾ നിറഞ്ഞ സ്നേഹത്തോടും സന്തോഷത്തോടും നന്ദിയോടും കൂടെ ഞങ്ങൾ ആഘോഷിക്കുന്നു. നിന്റെ പുത്രനായി ഈശോമിശിഹായാണല്ലോ നിന്നെ ഞങ്ങൾക്ക് അമ്മയായി നൽകിയത്. നീ എപ്പോഴും പുത്രനോടാണല്ലോ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതും അവൻ്റെ സഭിതത്തിലാണല്ലോ ചേർത്ത് വയ്ക്കുന്നതും. കൊറോണ വൈറസ് ഭീതിയിൽ ലോകജനത വ്യാകുലതയിൽ വ്യാപരിക്കുമ്പോൾ എന്നെയും എൻ്റെ കുടുംബത്തെയും ഇടവകയെയും തിരുസഭയെയും ലോകം മുഴുവനെയും അമ്മയുടെ പിറവി തിരുനാളിൽ അമ്മയുടെ പ്രാർത്ഥനയ്ക്കായി തികഞ്ഞ പ്രത്യാശയോടെ സമർപ്പിക്കുന്നു. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത അമ്മയെപ്പോലെ ദൈവഹിതത്തിന് വിധേയപ്പെട്ടു ജീവിക്കുവാനും മരിക്കുവാനും സ്വർഗീയ മഹത്വത്തിൽ പങ്കുചേരുവാനും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ.
ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകിയ അഭിമന്യ പിതാവിന് പറയൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പേരിലുള്ള ഏറെ ഹൃദ്യമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. പിതാവിനെ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. പിതാവിനോടൊപ്പം അതിരൂപതയെ മുഴുവൻ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മുടെ പ്രാർത്ഥനയിൽ ഇപ്പോഴും നമുക്ക് രൂപതാ സംവിധാനങ്ങളെയും പ്രവർത്തനങ്ങളെയെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ അതിരൂപതയെ മുഴുവനും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ച് ഇറങ്ങിപ്പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത കുർബാന 8:15 അതുകൊണ്ട് സാവധാനം